മക്കളെ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. സവിന മിസ് ആണ്. അപ്പൊ നമ്മൾ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്തു, നിങ്ങൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. ഏകദേശം നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു മിഡിൽ പോർഷൻ വരെയൊക്കെ ചെയ്തു സ്കൂളിലൊക്കെ എത്തി അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം, നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾ ഓരോരുത്തർക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് എന്നുള്ളത് അല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരും ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും ചിലവർക്ക് മാത്സ് ആയിരിക്കും ടഫ് ഉണ്ടാവുക, ചിലവർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും, ചില ആൾക്കാർക്ക് സോഷ്യൽ ആയിരിക്കും അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറൻസ് ആയിരിക്കും. നല്ല ഡിഫറൻസ് നിങ്ങളിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ. ഡോണ്ട് വറി, നിങ്ങൾ എല്ലാവരും പരിഗണിച്ചുകൊണ്ട് നമ്മൾ എജുപോർട്ടിന്റെ നെക്സ്റ്റ് സൂപ്പർ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്താണ് സൂപ്പർ ബാച്ചിൽ, എന്തിനാണ് നിങ്ങൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങൾ അറിയണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ മിസ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളെ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ചാപ്റ്ററും ഞങ്ങൾ കുഞ്ഞു വീഡിയോസ് ആയിട്ട് ആപ്പിൽ റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. ആ ഒരു വീഡിയോയോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ചെക്ക് പോയിന്റ് ക്വസ്റ്റ്യൻസ്, അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഒരു വീഡിയോക്ക് തന്നെ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക്? ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവാനുണ്ടോ, ഒന്നും കൂടി കാണേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് കണ്ടു, ചെക്ക് പോയിന്റ്സ്, അഡാപ്റ്റ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ വരാം. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ടീച്ചേഴ്സ് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ ആ ചാപ്റ്റർ കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് ലൈവ് സൂം സെഷൻസ് ഉണ്ടാകും. ആ സൂമിൽ മിസ്സും അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഫാക്കൽറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഡയറക്റ്റ് ലൈവിൽ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് 2 സെറ്റ് ഓഫ് ആ ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തും. ഒന്നാമത്തത് MCQ ടൈപ്പ്, രണ്ടാമത്തത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. എന്താണ് MCQ ടൈപ്പ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും വരുന്ന ടൈപ്പ് അല്ലേ. അപ്പൊ അതുപോലത്തെ എക്സാം സെറ്റും, പിന്നെ ഡിസ്ക്രിപ്റ്റീവ്, അതായത് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം ഒക്കെ പോലെ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാനുള്ള എക്സാമാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് കൂടാതെ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങളെ പാരന്റ്സിനെ പോലെ, നിങ്ങളെ മിസ്സിനെ പോലെ നിങ്ങൾക്ക് എന്തുണ്ടാകും, മെന്റേഴ്സ് ഉണ്ടാകും. ഇന്ന് ഏതൊക്കെയായിരുന്നു ലൈവ് ഉണ്ടായത്, നിങ്ങൾ ഈ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ എന്താണ് ലൈവിൽ അവന്യ മിസ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ചോദിച്ചു നിങ്ങൾ ഇതിന്റെ ആൻസർ പറയൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യാൻ ആരുണ്ടാകും? നമ്മളെ മെന്റേഴ്സ് ഓൾ ടൈം അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, പബ്ലിക് എക്സാം ഒക്കെ നമ്മളെ സ്കൂളുകളിൽ നടത്തുന്നതിന് മുന്നേ ഇവിടെ എജുപോർട്ടിന്റെ ഓണം മോഡൽ എക്സാം, ക്രിസ്മസ് മോഡൽ എക്സാം, അതുപോലെ തന്നെ ആനുവൽ മോഡൽ എക്സാംസും ഇവിടെ ഉണ്ടാവും കേട്ടോ. അതുപോലെ വേറൊരു അടിപൊളി സാധനമാണ് മക്കളെ, നമ്മളെ ആപ്പിൽ AI ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നറിയില്ല. ആപ്പിൽ AI ഉണ്ട്. AIനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ സ്കൂളുകളിൽ എന്ത് നടത്താറുണ്ട്? ഇപ്പൊ ക്വിസ് മത്സരങ്ങൾ നടത്താറുണ്ട് അല്ലെ, പോസ്റ്ററിൽ മത്സരങ്ങൾ നടത്താറുണ്ട്, സ്പീച്ച് റൈറ്റപ്സ് ഒക്കെ മത്സരം നടത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ ജൂൺ 5 ആണെങ്കിൽ എൻവയോൺമെന്റ് ഡേ അല്ലെങ്കിൽ പരിസ്ഥിതി ദിനാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ അതിനോട് റിലേറ്റഡ് ആയിട്ട് പോസ്റ്റർ ഉണ്ടാകും, സ്പീച്ച് ഉണ്ടാകും, റൈറ്റപ്പ് ഉണ്ടാകും, ക്വിസ് ഉണ്ടാകും. ഇതൊക്കെ ഇപ്പോഴും നമ്മളെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി നമ്മളെ ആപ്പിൽ ജോയിൻ ചെയ്തെന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്ത് വേറെ ഒരു ചാനലിലും ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ തന്നെ ക്വിസ് MCQ ആയിട്ടും PDF ആയിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ പോരാതെ നിങ്ങൾ ഓരോരുത്തരും ഡിഫറെന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ ചില ആൾക്ക് മാത്സിൽ കുറച്ച് ബേസിക്സ് കുറവായിരിക്കും, ചില ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ കുറച്ച് ബേസിക്സ് കുറവായിരിക്കും. അപ്പൊ ഇതിനോടൊക്കെ റിലേറ്റ് ആയിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സും, അതായത് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ഈ 4 ലാംഗ്വേജിൻ്റെയും ബേസിക് ക്ലാസ് ബൂട്ട് ക്യാമ്പുകൾ ഈ ഒരു നമ്മളെ ആപ്പിൽ റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആണ്. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്താ തരാനുള്ളത്? ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ സൂപ്പർ ബാച്ച് പർച്ചേസ് ചെയ്യണം, നമ്മളെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 19th ആണ് കേട്ടോ. ജൂലൈ 19th നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പർ കണ്ടോ, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കമന്റ് ബോക്സിൽ സൂപ്പർ ബാച്ചിന്റെ ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക, ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ജോയിൻ ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഇത് കണ്ടോ,
ഇപ്പോഴും ഈ ഒരു ഓഫർ 2599 ഇതെന്ത് ചെയ്യും ഇപ്പോഴും, അതായത് ഇത് 2 ദിവസം കൊണ്ട് എക്സ്പയർ ആവും കേട്ടോ. അതായത് 2 ദിവസം മാത്രമേ 2599 ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഏർലി ബേർഡ് ഓഫർ ആയ 3599 ആയിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഈ ഒരു ബാച്ച് കൊടുക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു പ്രൈസിൽ തന്നെ ആയിരിക്കും നമ്മളെ ബാച്ച് കിട്ടുന്നുണ്ടാവുക കേട്ടോ. ജസ്റ്റ് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഒന്നിക്കൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ സൂപ്പർ ബാച്ചിൻ്റെ ലിങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ സെറ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ലോണം പഠിക്കണം. ഈ ഒരു കുഞ്ഞു ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാര്യം നിങ്ങൾക്ക് അറിയാതെ പോകാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സുകളാണ്. ഇവിടെ നമ്മൾ പാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ബാക്കപ്പ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്താൽ പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത കുട്ടികൾ എന്ത് ചെയ്യണം, മിസ്സിനോട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ കാണുന്ന സമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ എന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സ്മൈലി മിസ്സിന് എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.